ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരി ചടങ്ങിന്റെ ഭാഗമായുള്ള പുത്തൻ കതിർ സമർപ്പണം ഇന്ന് രാവിലെ കൊയ്ത്തുത്സവത്തിൽ കൊയ്തെടുക്കുന്ന നെൽക്കതിരുകൾ തിരുവനന്തപുരം മേയർ വി രാജേഷ് ശിരസിലെത്തി ക്ഷേത്രത്തിൽ സമർപ്പിക്കും. വൈകിട്ട് 3:30-നും 4 മണിക്കും ഇടയിലാണ് വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ നെൽക്കതിരുകൾ കിഴക്കേ നടയിലെത്തിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. നിറപുത്തിരി ചടങ്ങിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായ നിറപുത്തിരി ചടങ്ങിനായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നിറപുത്തിരി ചടങ്ങിൻ്റെ ഭാഗമായുള്ള പുത്തൻകതിർ സമർപ്പണം ഇന്ന് നടക്കും. പുത്തിരിക്കണ്ടത്തെ കൃഷിയിടത്തിൽ നിന്നും പൗരാണിക ആചാരം അനുസരിച്ച് കൊയ്തെടുക്കുന്ന നെൽക്കതിർ മേയർ വി രാജേഷ് തലച്ചുമടായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരനടയിൽ എത്തിക്കുന്ന രീതിയാണ് ഇത്തവണ നടപ്പാക്കുന്നത്. ഇവിടെ നിന്ന് ക്ഷേത്ര അധികൃതർ നെൽക്കതിരുകൾ സ്വീകരിക്കും. ഇത് പിന്നീട് പത്മതീർത്ഥക്കരയിൽ അലങ്കരിച്ച മണ്ഡപത്തിൽ സ്ഥാപിച്ച ശേഷം ആചാരപരമായ ചടങ്ങുകളോടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെ മതിലകത്തേക്ക് കൊണ്ടുപോകും. നിറപുത്തിരിക്കുള്ള കതിർ സമർപ്പണ ചടങ്ങ് പൗരാണിക രീതിയിൽ പുനഃസ്ഥാപിക്കുമെന്ന് മേയറും ഭരണസമിതിയും നടത്തിയ മുൻ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തീരുമാനം. രാവിലെ 10:30 മണിക്കാണ് ഇതിൻ്റെ കൊയ്ത്ത് ഉത്സവം നടക്കുന്നത്. അത് കഴിഞ്ഞ് 3:30-നും 4 മണിക്കും ഇടയ്ക്ക് നമ്മുടെ 101 കൗൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നമ്മുടെ ആരാധ്യനായ മേയർ അടങ്ങുന്ന ടീം തീർച്ചയായിട്ടും ഈ കൊയ്തെടുത്ത കതിരുകൾ തലയിൽ ചുമന്നുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണോ ഇവിടെ നിന്നും കൊയ്തെടുത്ത പുത്തരി എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതുപോലെ തലച്ചുമടായി നമ്മുടെ പത്മനാഭൻ്റെ കിഴക്കേ നടയിൽ നമ്മൾ ഇത് സമർപ്പിക്കുന്നതാണ്. അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി ശ്രീ കരമന ജയൻ, അതുപോലെ തന്നെ ക്ഷേത്ര തന്ത്രി, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട ആരാധിക്കുന്ന നമ്മുടെ മഹാരാജാവ് അദ്ദേഹം അടക്കം വന്നിരുന്ന് ഈ പുത്തരി ഏറ്റുവാങ്ങും. ഓഗസ്റ്റ് 3-നാണ് നിറപുത്തിരി ചടങ്ങ്. അതേസമയം വിവിധ ക്ഷേത്രങ്ങളിലെ നിറപുത്തിരി ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജനം, തിരുവനന്തപുരം.